ഹലോ, ഇനി ഈസി ടേസ്റ്റി ക്യൂസിനിൽ നമ്മളൊരു മീൻ കറിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം വൈകിട്ട് ഇച്ചിരി മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും മീൻ വെക്കണം, അപ്പോൾ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ മീൻ എന്ത് മീനാന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ത് മീനാണ്? സിൽവർ ഫിഷ്. സിൽവർ ഫിഷ് എന്നാണ് എൻ്റെ ഇവിടെ പേര് കേട്ടോ. അപ്പം ഇതിന് വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനൊരു മുക്കാൽ സവാള എടുത്തിട്ടുള്ളൂ. മീനും ഇറച്ചിക്കൊക്കെ അധികം സവാള ആയാലും ചിലപ്പോൾ മതിരിക്കും. ഇപ്പം മുക്കാൽ പൊട്ട്, പിന്നെ ഒരു 4-5 ചുവന്നുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഒരു 6-7 ഗാർലിക്, വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി. ഇഞ്ചി എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല, അപ്പം കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നുള്ളൂ, അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തു. പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3 ഇതെടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം. സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ ചട്ടി വെച്ചു. അപ്പോഴത്തേക്കും നമുക്കിതെല്ലാം അരിഞ്ഞ് ഇതിലേക്ക് ആക്കാം കേട്ടോ. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ, ഉള്ളിയും ഇതൊക്കെ, സവാളയൊക്കെ. പിന്നെ ചട്ടി ചൂടായപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും ഇച്ചിരി കടുകും ഇച്ചിരി ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ അത് നല്ല പൊട്ടി വരുന്നുണ്ട്. പൊട്ടുമ്പോൾ നമുക്ക് ഇതിടാം. കറിവേപ്പില എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ, ഞാൻ കറിവേപ്പില എടുത്തു. ആദ്യം ഞാൻ ഇവിടെ എപ്പോഴും പച്ചമുളക് ഇടുവേ, എരി കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങ് ഇടുക കേട്ടോ. വറ്റൽമുളകോട് ഇടുന്നുണ്ട്. കറിവേപ്പില അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിടും. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടമ്പുളി ഇട്ട് വെക്കുന്ന മീനാണെങ്കിലേ നമ്മൾ പുളിയൊന്നും നേരത്തെ വെള്ളത്തിലിടാൻ വയ്ക്കുക. അമ്മച്ചി അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മതി മഞ്ഞൾപ്പൊടി, ഒരു 1/4 പോലെ ഇട്ടാൽ. എന്നിട്ട് ഞാനാണെങ്കിലേ മല്ലിപ്പൊടി അങ്ങനെ അധികം ഇടാറില്ല. നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്, മറ്റേ മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതെല്ലാം പൊടികൾ ഇടുമ്പോൾ എല്ലാം നമ്മൾ ഇത് കുറച്ച് വേണം, തീ കുറച്ച് വെച്ചിട്ടാണ് ഇടാനായിട്ടോ. ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അധികം നാൾ വെക്കാനുള്ള മീൻകറിയാണെങ്കിലേ നമ്മൾ മല്ലിപ്പൊടി അങ്ങനെ ഇടാറില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് കരിഞ്ഞു പോരുത്, പക്ഷെ പച്ചമണമൊക്കെ മാറിയൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പച്ചമണം മാറിയെങ്കിൽ നമ്മൾ 1 കിലോ മീനാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ഞാൻ ഇതിലൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തേങ്ങായും അരയ്ക്കുന്നുണ്ട്, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വരും. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ ഈ സൈഡിൽ. അപ്പോഴത്തേനും നമുക്ക് മീനിടാം. ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീൻ നമ്മൾ ഇട്ട് കൊടുക്കും. തലക്കറിയൊക്കെ ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട്? ഇഷ്ടമാണോ? എനിക്കൊക്കെ തലക്കറിയൊക്കെ നല്ല ഇഷ്ടം. ഞങ്ങളുടെ ഹസ്ബൻഡിന് അവിടെ തലക്കറിയായിട്ട് വെക്കുമായിരുന്നു. ഞാൻ ഞങ്ങളുടെ അവിടെ കണ്ടിട്ടില്ല വീട്ടിൽ തലക്കറി വെക്കുന്നു, പക്ഷെ വീട്ടിൽ വന്ന ശേഷം തലക്കറി അപ്പച്ചൻ വാങ്ങിയിട്ട് വരുമായിരുന്നു. അമ്മ തലക്കറി വെക്കും, നല്ല ടേസ്റ്റ് അത്. തലക്കറി ആരൊക്കെ തിന്നിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ബിലോ. തലക്കറി തിന്നിട്ടുള്ളവരൊക്കെ. ഇത് നമ്മൾ തീ കൂട്ടി വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും അടച്ചു വെച്ച് വേവിക്കുക. തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും തീ കുറച്ച് വെച്ചിട്ട് വേഗം വിടണേ. കുറച്ച് തേങ്ങ മതി കേട്ടോ, ഒത്തിരി വേണ്ട, കുറച്ച് മതി. തേങ്ങ അരയ്ക്കുമ്പോഴേ ഞാനൊരു 2-3 പെരിഞ്ചീരകം ഇട്ട് കൊടുക്കും കേട്ടോ. അതെൻ്റെ ഇവിടെ എല്ലാം ചേർക്കുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാനൊരു കുറച്ച് മതിയേ, ഒത്തിരി ചേർക്കതേ. ഇത് പെരിഞ്ചീരകം എൻ്റെ 3-4 ആകാവുള്ളൂ. കുറച്ച് ഇത്രയും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. ഇവിടെ എല്ലാ മീൻകറിക്കും തേങ്ങ അരയ്ക്കും. കാരണം മോൾക്ക് മീൻകറിക്കെല്ലാം തേങ്ങ വേണം.
കുറച്ചെങ്കിലും തേങ്ങ, അപ്പം അവർക്ക് തേങ്ങ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ളൂ. അപ്പം ഞാൻ പിന്നെ അതങ്ങ് അരയ്ക്കും. കാരണം അങ്ങനെയെങ്കിലും ആ മീൻകറി കൂട്ടുവാണെങ്കിൽ കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ മീൻകറിക്കും തേങ്ങ അരയ്ക്കാം. ഇതൊന്ന് അരച്ചിട്ട് നല്ലപോലെ അരയണം. അറിയാമായിരിക്കുമല്ലോ, മീൻകറിക്കൊക്കെ തേങ്ങ അരയ്ക്കുമ്പോൾ നല്ലപോലെ അമ്മമാരൊക്കെ പറയില്ല മഷി പോലെ അരയണമെന്ന് പറയത്തില്ല. പിന്നെ അവസാനം ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയില്ലേ, അത് നമ്മൾ ഒരു ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കറിയിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. അതെന്തോ എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട്. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ മൂപ്പിച്ച മുളക് പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ലേശം കുറവാണ്. അപ്പം നമ്മൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു. തേങ്ങ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലേ, തേങ്ങ അരച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില വിട്ടൊരു കളി നമുക്കില്ലല്ലോ. ഒരു 1/4 ടീസ്പൂൺ എണ്ണയും അടച്ചു വെച്ചോളൂ കേട്ടോ. എന്താ നിങ്ങളുടെ പറ. അപ്പം മീൻകറി ടേസ്റ്റിംഗ് സെറമണി നടക്കാൻ പോവാണ് നമ്മുടെ മീൻകറി. സൂപ്പർ. അപ്പൊ ഇതിന്റെ അകത്ത് കാണിക്കപ്പോ വേണ്ടേ, നമ്മളിങ്ങനെ എടുക്കും. സൂപ്പർ മീൻകറി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതങ്ങോട്ട് വെക്കുമ്പോണേ പാത്രം. ഞാനിപ്പോ മക്കളെ ഇങ്ങോട്ട് പിടിയിടാ, പാത്രം ഇങ്ങോട്ട് പിടിക്കും. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ചാറ് വേണം കേട്ടോ ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച്, ഇദ്ദേഹമൊക്കെ നിധിക്കുട്ടനൊക്കെ ചാറിൻ്റെ ആൾക്കാരാണ്. നിധിക്കുട്ടന് നല്ല ചാറ് വേണം. എല്ലാ മീനൊന്നും കഴിക്കില്ല. ഇതെന്ത്, ഇതിന്റെ പേരെന്തായിരുന്നു? സ്റ്റാർ ഫിഷോ അല്ല സിൽവർ ഫിഷ്. സോറി സിൽവർ ഫിഷ്. അതിന്റെ പേരറിയാവുന്നവര് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തില്ല. എല്ലാരും മീൻ കൂട്ടിയിട്ട് അതിന്റെ ഇതിപ്പം കമന്റ് പറയണേ. മീനെ കൂട്ടിയിട്ട് ചോറും കുറച്ച് മീനും കഴിക്കട്ടെ. ആദ്യം ഞാൻ മീൻ മാത്രം കൂട്ടി കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ബാക്കി കറികൾ എടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ, എനിക്കൊന്ന് 2 ടീസ്പൂൺ ഉപ്പിടാൻ തോന്നുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ല. അപ്പൊ കുറച്ചുകൂടെ ഉപ്പായാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം കറക്റ്റാണ്. നമ്മളെ കുറച്ചുകൂടെ ഉപ്പ് ഉണ്ടെങ്കിൽ കൊള്ളാം. ഉപ്പ് കിടക്കാം. അപ്പോഴൊക്കെ ഉപ്പ് കറക്റ്റാട്ടോ, എനിക്ക് മാത്രം. അപ്പം എല്ലാവരും മീൻകറി വെച്ച് നോക്കണം. സൂപ്പർ മീൻകറിയാണ്. കപ്പയുടെ ഒക്കെ കൂടെ ഇവിടെ സൂപ്പർ ആയിരിക്കും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ എല്ലാവരും അടുത്ത വീഡിയോയും കാണണം കേട്ടോ. എല്ലാം ടാറ്റ പറഞ്ഞിടാനപ്പാ. ടാറ്റാ.